ഇതുവരെ നിങ്ങൾ ഒരിക്കൽ എങ്കിലും കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ ഏറ്റവും വലിയ ജലസമാധിയിലായ കപ്പൽ ടൈറ്റാനിക്. പക്ഷേ നിങ്ങൾക്ക് അറിയാമോ, ടൈറ്റാനിക്കിന്റെ കഥ കേവലം ഒരു കപ്പലിന്റെ മുങ്ങൽ മാത്രമല്ല, അതൊരു മഹത്തായ മനുഷ്യ പരാജയത്തിന്റെ കഥയുമാണ്. 1912 അതായത് ഇന്ന് നമുക്ക് 110 വർഷം മുമ്പ് ബ്രിട്ടനിൽ നിന്നാണ് ഈ കപ്പൽ കടലിലേക്ക് ഇറങ്ങിയത്. കപ്പലിന്റെ അകത്തു എന്തായിരുന്നുവെന്ന് വിശ്വസിക്കാനാവില്ല. ലോകത്തിലെ ഏറ്റവും ധനികരും സാധാരണക്കാരും ഒരുമിച്ച് ഒരേ കപ്പലിൽ 3 ക്ലാസുകളായി പിരിഞ്ഞു ഒരു യാത്ര. പക്ഷേ ഓരോ ക്ലാസ്സിലും നൂറുകണക്കിന് പ്രതീക്ഷകളും സ്വപ്നങ്ങളും. പിന്നീട് ഏപ്രിൽ 14 രാത്രിയിലാണ്, അതായത് 4-ാം ദിവസം, ആ അപകടം ഒരു വലിയ ഐസ്ബർഗ് കാരണം സംഭവിച്ചതാണ്. അത് കാഴ്ചയ്ക്ക് ചെറിയത് ആയിരിക്കും, പക്ഷേ അതിന്റെ 90% സമുദ്രത്തിന് കീഴിലായിരുന്നു. ടൈറ്റാനിക്കിന്റെ വലതുഭാഗം തട്ടി. വെറും 2 മണിക്കൂറിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ കടലിൽ മുങ്ങി. 1500-ലധികം ആളുകൾ മരിച്ചിരിക്കുന്നു. കാരണം കപ്പലിൽ 2200 ആളുകൾ ഉണ്ടായിരുന്നതുപോലെ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നത് വെറും 1100 പേരിനുള്ളത് മാത്രം. ഇന്ന് പോലും അതിന്റെ അവശിഷ്ടങ്ങൾ ആഴക്കടലിൽ വിശ്രമിക്കുന്നു. അതുപോലെ എന്റെ വീഡിയോ കുറച്ച് വൈകിട്ടാണ് എത്തിയത്, പക്ഷേ ടൈറ്റാനിക് പോലെ അതും മുങ്ങിപ്പോയിരുന്നേനെ. നിങ്ങളുള്ളതിനാൽ മാത്രം അതിന് രക്ഷ കിട്ടി.